എംസാൻഡ്, മെറ്റൽ തുടങ്ങി ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ച് ക്വാറി ഉടമകൾ. ഫൂട്ടിന് 5 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഈ പെട്ടെന്നുണ്ടായ വില വർധന കരാറുകാരെയാണ് ഏറെ ബാധിച്ചത്. അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരുമെന്ന് സർക്കാർ കരാറുകാർ അറിയിച്ചു. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. എംസാൻഡിന് ഒരു ഫൂട്ടിന് 47 രൂപയെന്ന് 52 രൂപയായി. പീസാനിന് 5 രൂപ വർദ്ധിച്ച് 55 രൂപയായി. മെറ്റലിന് ഫൂട്ടിന് 46 രൂപയാണ് പുതിയ വില. വലിയ മെറ്റലിനും വില വർദ്ധിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ക്വാറി ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് വരുന്നതും റെയ്ഡ് ഉൾപ്പെടെയുള്ള സർക്കാർ നടപടികളും പ്രതിസന്ധി ഉണ്ടാക്കിയെന്നാണ് ക്വാറി ഉടമകൾ പറയുന്നത്. ക്വാറി ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലവർധന നിർമ്മാണ മേഖലയെ സാരമായി ബാധിക്കും. സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾ സജീവമാകുന്ന സമയത്തെ വിലവർധന തിരിച്ചടിയായെന്ന് സർക്കാർ കരാറുകാർ പറയുന്നു. ഒരു ഫൂട്ട് മെറ്റലിന് 5 രൂപ 6 രൂപ, അതുപോലെ തന്നെ എംസാൻഡ് പീസാൻഡ് ഇതിനൊക്കെ 5 രൂപ 6 രൂപ കോറിയിൽ വർദ്ധിപ്പിച്ചു. സൈറ്റിലെത്തുമ്പോഴത്തേക്ക് അതും കൂടും. കാലവർഷം അവസാനിച്ച് പണി തുടങ്ങുന്ന ഒരു സമയത്താണ് ഇങ്ങനെ പൊടുന്നതിന് വിലവർധന ഉണ്ടാകുന്നത്. അതുകൊണ്ട് സർക്കാർ ഈ കാര്യത്തിൽ ഇടപെടണം. കാരണം ഇല്ലെങ്കിൽ ഈ കേരളത്തിലെ സർക്കാരിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തികളും ഇപ്പോൾ സ്തംഭിച്ചിരിക്കും. ജില്ലാ കളക്ടറുമായി കൂടിയാലോചന നടത്തുക, സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇളവ് നൽകുക എന്നീ ധാരണകൾ പാലിച്ചില്ലെന്നും കരാറുകാർക്ക് ആക്ഷേപമുണ്ട്. ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചു ചേർത്ത് ഇതുപോലെ വർധനവ് ഉണ്ടാകുമ്പോൾ ബന്ധപ്പെട്ട ഭരണാധികാരികളുമായി ആലോചിക്കാതെ വിലവർധന ഉണ്ടാകരുത് എന്നുള്ളൊരു തീരുമാനമുണ്ട്. ഈ സർക്കാർ ജോലികൾക്ക് ഇളവ് കൊടുക്കണമെന്നും ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതേസമയം വിലവർധനയില്ലാതെ മുന്നോട്ട് പോകാനാവില്ലെന്ന നിലപാടിലാണ് ക്വാറി ഉടമകളുടെ കൂട്ടായ്മ. മീഡിയ വൺ കോഴിക്കോട്. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അസ്ലം, ഫൂട്ടിന് 5 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ ഒരു വർധനയ്ക്ക് കാരണം എന്താണ് ക്വാറി ഉടമകൾ പറയുന്നത്? പക്ഷെ അങ്ങനെയാണെങ്കിൽ നിർമ്മാണ മേഖലയൊക്കെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരില്ലേ? അമൃത, നിർമ്മാണ മേഖലയ്ക്ക് വലിയ പ്രതിസന്ധിയായി തന്നെയാണ് ഇപ്പോൾ ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഏറെക്കുറെ എംസാൻഡ്, പീസാൻഡ്, സോളിംഗ് തുടങ്ങി മെറ്റലിന്റെ വലുതും ചെറുതുമായ പലതരത്തിലുള്ള അളവുകളിലെല്ലാം തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിൽ ക്വാറി ഉടമകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാർ വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു, റെയ്ഡുകൾ നടത്തുന്നു. അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ഭാരം ക്വാറികൾക്കുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഒന്നാമത് ഞങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. മറ്റൊന്ന്, കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ഈ ക്വാറി ഉൽപ്പന്നങ്ങൾ ഇവിടെ വരുന്നുണ്ട്, വില കുറച്ച രീതിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിൽപ്പനയിൽ അത് ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മറികടക്കണമെങ്കിലും ഈ വില വർധന വേണമെന്നാണ് അവർ പറയുന്നത്. അതേസമയം കരാറുകാരടക്കം സാധാരണ നമ്മൾ മറ്റുള്ളവരൊക്കെ തന്നെയും വീട് വയ്ക്കുന്നവരൊക്കെ തന്നെ അത് ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കരാറുകാരെ സംബന്ധിച്ചോളം നേരത്തെയുള്ള വിലയുടെ അടിസ്ഥാനത്തിലാണ് ഒരു പഞ്ചായത്താണെങ്കിലും അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളാണെങ്കിലും കരാർ നൽകുന്നത്. ആ കരാറിന് ശേഷം വരുന്നുണ്ടാവുന്ന വില വർധന എന്ന് പറയുന്നത് അവരെ സാരമായി ബാധിക്കും. മാത്രമല്ല, ഇപ്പോൾ സമയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിച്ചാൽ പോലും നേരത്തെ തന്നെ കരാർ ഒപ്പിടുകയും അതോടൊപ്പം തന്നെ തുടങ്ങി വയ്ക്കുകയും ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സമയമാണ്. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ തന്നെ കരാർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നടത്തുകൊണ്ടിരിക്കുന്ന സമയം, പ്രത്യേകിച്ച് തുലാവർഷം കഴിഞ്ഞതിന് ശേഷം ഒരു ഫെബ്രുവരി വരെയുള്ള സമയമാണ് ശരിക്കും സർക്കാരിന്റെ റോഡ് പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും വ്യാപകമായി നടക്കുന്നത്. ആ സമയം നോക്കി, അതായത് നല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയം നോക്കി വളരെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചത് തങ്ങളെ വലിയ സാരമായി തന്നെ ബാധിക്കുമെന്ന് പറയുന്നു. മാത്രമല്ല, സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ വില വർധനയിൽ ഇളവുണ്ടാകണമെന്ന് നേരത്തെ തന്നെ പലതവണ ഈ ക്വാറി ഉടമകളും കരാറുകാരും ജില്ലാ കളക്ടർമാരുമായിട്ടൊക്കെ തന്നെ നടത്തിയ ചർച്ചകളിലും ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണകളെല്ലാം തെറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ടും കോൺട്രാക്ടർ പരാതിപ്പെടുന്നുണ്ട്. എന്തായാലും വില വർധന ഉണ്ടായിട്ടുണ്ട്. അത് ഈ പറയുന്ന 5 രൂപ എന്ന് പറയുന്നത് ക്വാറിയിൽ നിന്ന് എടുക്കുന്ന തുകയാണ്. അത് സൈറ്റിലേക്ക് എത്തുമ്പോൾ വില വർദ്ധിക്കും. കരാറുകാർക്ക് ഒരു വിലയാണെങ്കിൽ സാധാരണ നമ്മൾ മറ്റ് വീട് വയ്ക്കാനും മറ്റുമൊക്കെ നമ്മൾ സാധാരണക്കാർ എടുക്കുമ്പോൾ അതിനേക്കാൾ വില വർദ്ധിക്കും. 5 രൂപ എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ തോതിലായിരിക്കും വീട്ടിൽ ഈ പ്രൊഡക്റ്റ് എത്തുമ്പോൾ ഉണ്ടാകുന്ന വില. അതുകൊണ്ട് തന്നെ അത് നിർമ്മാണ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കരാറുകാരെ ബാധിക്കുന്നു. പ്രത്യേകിച്ച് സർക്കാർ കരാറെടുത്ത ആൾക്കാർക്ക് അവർക്ക് കരാർ തുക വർദ്ധിപ്പിക്കാൻ കഴിയില്ല. അതേസമയം ഈ വർദ്ധിച്ചതിന്റെ തുക അവർക്ക് തന്നെ സഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതെന്തെങ്കിലും ഒരു ഇടപെടൽ ചർച്ചകളിലൂടെ മറ്റും സർക്കാർ നടത്തിയില്ലെങ്കിൽ സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്ക് സർക്കാർ കരാറുകാർ എത്തി എന്നാണ് പറയുന്നത്. എന്തായാലും അത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് വേണ്ടി അവർ പ്രതീക്ഷിക്കുന്നു, സർക്കാരിന്റെ ഇടപെടലിന് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ക്വാറി ഉടമകളെ സമയത്തോളം പിൻവലിക്കാൻ കഴിയില്ല ഈ വില വർധന. അവർക്ക് അനിവാര്യമാണെന്നൊരു നിലപാടിൽ അവരും ഉറച്ചു നിൽക്കുകയാണ്.